ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ബീഫ് സമോസയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബീഫ് സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ഒരു 2 സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വേവിച്ച് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയും അതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഉള്ളി വഴന്ന് വന്നതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒത്തിരി വഴന്ന് ചുമന്നൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി വന്നാൽ മതി. ആ സമയത്ത് നമ്മളിപ്പോൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമ്മൾ ബീഫ് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വെച്ചിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫില്ലിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ സമൂസ ഉണ്ടാക്കുന്നത് സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫില്ലിങ് കൂടുതൽ വെക്കാൻ പറ്റുന്നത് പോലെ ഒരു എളുപ്പം പോലെ എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ കുറച്ചുണ്ടാക്കിയത്. ഇനിയിപ്പോൾ അതിൽ ഒന്ന് ഒട്ടി വരാനായിട്ട് കുറച്ച് വെള്ളമോ പച്ച വെള്ളം ഞാനത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പം മാവൊന്നും കലക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വെള്ളം തന്നെ ഒന്ന് തൊട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി.
കുറച്ച് ഞാൻ ഇതുപോലെ പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുത്ത്. ഇനി കുറച്ച് നമ്മുടെ യഥാർത്ഥ സമൂസയുടെ ഷേപ്പിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ 2 രീതിയിലും ഞാനിവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.